അപ്പൊ ബാക്കി എല്ലാരും ഇതായോ തോറ്റോ? എല്ലാരും ഒരു മിനിറ്റ് ഞാൻ ഇറങ്ങിപ്പോയി. പക്ഷെ ഞാൻ കൊടുക്കും പോയിട്ട് മൈനസ്. കാസ്ട്രോയ്ക്ക് മാത്രം ഫസ്റ്റ്ടാ. നമ്മൾ ഇന്ന് ആദ്യം പറഞ്ഞ എനിക്കൊരു പോയിന്റ് കുറഞ്ഞല്ലേ 5 ആയല്ലേ 5 കാസ്ട്രോയ്ക്ക് 9 ആയോ? കാസ്ട്രോ 9. അങ്ങനെ ഈഗിളിന്റെ മുകളിൽ കാസ്ട്രോയുടെ താഴെ ഈഗിളിന്റെ താഴെ ഈ ഗോകു. നമുക്ക് ഇനി തുടങ്ങാം. താഴെ ഗോകു. നമുക്ക് തുടങ്ങിയാലോ? അയ്യോ ഗോകു നിന്നാ എടാ ഞാൻ ഇന്ന് സത്യം പറഞ്ഞ നമുക്ക് കുറച്ചൊക്കെ എത്തായിരുന്നു. എന്തായാലും DNF ആവുന്നു. പക്ഷെ ഇയാള് തോറ്റിട്ട് കൊണക്കല്ലേ ദയവ് ചെയ്ത്. DNF ആയനെന്നല്ല പറഞ്ഞ. നീ DNF ആയത് മാറ്റമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇവിടെ തൊട്ട് ഏറ്റവും രണ്ടിലും മൂന്നിലും കിടക്കുന്നവര് DNF ആയി. നമുക്ക് വേണേ ട്രൈ ആയിരുന്നു. ട്രൈ ചെയ്ത് ഇയാൾ മുളുത്തി. ജോക്കിന്റെ സാമാനം എടുത്തോണ്ട് വാ നീ. ജോക്കിന്റെ ഓ പിന്നെ എടുത്തോണ്ട് വന്നു പറഞ്ഞാൽ 500 മണിക്കൂർ ഗ്രൈൻഡ് ചെയ്ത് നിന്റെ കൂടെ മത്സരിക്കാൻ വരെ എനിക്ക് ബുദ്ധിയില്ലേ അത്രയ്ക്ക്. നിന്റെ GTA യാത്ര കണക്കുള്ളൂ. നീ ഇങ്ങോട്ട് കൊണ്ടുവാ, കാർ കൊണ്ടുവാ. നിന്നെ എടുത്ത് എടാ അതിനാ എടാ നീയൊക്കെ 500 മണിക്കൂർ ഗ്രൈൻഡ് ചെയ്തിട്ടിരിക്കലടാ. സമയന്താ വേണം കഴിവ്. മനസ്സിലായ? ഓ പിന്നെ അങ്ങനെയാണെങ്കിൽ നീ ഒരിക്കലും ഇത് രക്ഷപ്പെടൂലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്നത്തെ ദിവസം നീ ടോപ്പ് ആണെങ്കിൽ അളിയാ ഞാൻ ഇനി ഒരു അക്ഷരം നിന്നെ ഈ ഗെയിമിന്റെ പേര് പറയൂല. കഴിയുമ്പോൾ നീ ടോപ്പ് ആണ്. പക്ഷെ അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്ത് വിളിക്കും? എന്ത് വിളിച്ചാലും കുറഞ്ഞു പോകും. അവരാധിക്കുന്നതിന് വ്യത്യാസമൊന്നുമില്ല. വേറെ എന്തിനും വിളിക്കണം. DNF കളി അങ്ങോട്ട് തുടങ്ങാൻ പോകും. നിന്നെ ഞാൻ ഷണ്ടിന്ന് വിളിക്കും നാളെ തൊട്ട്. നീ വിളി കേൾക്കുകയും വേണം ഞാൻ വിളിക്കുമ്പോ. ഓക്കെ ഷണ്ടി വാറ്റേന്ന് വിളിക്കുമ്പോ നീ എന്തോന്ന് കേൾക്കണം. ഇപ്പൊ ആടെയുണ്ട് അത് പറഞ്ഞ ഷണ്ടി. ഷണ്ടി മതി. ഞാൻ ഇന്നത്തെ റേസ് ചെയ്യുമ്പോ ഞാൻ വരും. കോൺഫിഡൻസ് ഉണ്ടോ തോക്കുന്ന ഉറപ്പുണ്ടെങ്കിലും നാളെ വിളിയൊക്കെ റെഡി ആയിട്ടിരിക്കാൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈഗിളുടെ ഫോഴ്സ് അലൈവ് നീ കണ്ടതാണോ? ഇല്ല. ആദ്യത്തെ 3 കളി ഞാൻ DNF 0 പോയിന്റ് കിടക്കും. 9 പോയിന്റില് ടേബിൾ ടോപ്പ്. എന്നിട്ട് അടുപ്പിച്ച് 3 കളി ഞാൻ അടിച്ച് കയറി DNF ആക്കി. ഞാൻ അങ്ങോട്ട് ടേബിൾ ടോപ്പ് ഒക്കെ ആയി. അത് കഴിഞ്ഞല്ലേ ഇന്നത്തെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് ചെയ്യും എന്തേലും. ആ കഴിവുള്ള ആളാണ് ഞാൻ. മനസ്സിലായില്ലേ? അത് അതായത് ഇത് വാറ്റ് ഇന്നത്തെ കളി ഇന്ന് തോക്കയാണെങ്കിൽ അവൻ ടോപ്പ് 2ലോ 3ലോ ഒന്നും ഇല്ലെങ്കിൽ നാളെ തൊട്ട് അവൻ ഞാൻ ഷണ്ടിന്ന് വിളിക്കുമ്പോ വിളിയേക്കാന്ന് പറഞ്ഞു. ഞാൻ ട്രൈ ഹാർഡ് ചെയ്യണേ. എന്തോന്ന് വിളിയേക്കും ഇങ്ങനെ. എടാ ഈ ഗോട്ട് താഴെ ഒരു പോയിന്റിലിരുന്ന് പുഴുക്കുന്ന സമയത്തെ ഈ ഗോട്ടിന്റെ കണ്ടിയല്ലേ, ഗോട്ടിന്റെ തീട്ടം കണ്ട ഇവിടെ പോലെ VC പോലെ വരാതെ ഇരുന്ന് അവിടെ ഇരുന്ന് അത്രേ ഉള്ളൂ. ഇതുപോലെ ഷണ്ടേഷിനെ അതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ ഡിസ്കോഡിൽ പറയണം. അല്ലാതെ ഇവിടെ പോയിന്റ് ടേബിളിലുള്ള സമയത്ത് ഇവിടെ വന്നിരുന്നങ്ങ് ഡയലോഗാണ് ഷണ്ടേഷ്. സ്കൈയേ നീ വെയിറ്റ് ആടാ. നീ കഴിയുന്നവരെ നീ പോവല്ലോ. മനസ്സിലായില്ലേ? ഇപ്പൊ ഓക്കെയാണോ? മൈക്ക് സൗണ്ട് ഓക്കെയാണോ? ഇപ്പൊ ഓക്കെയാടാ. ഞാൻ കുറച്ച് പറകിലടിക്കുന്നു സംസാരിക്കായിരുന്നു. ഇപ്പൊ ഓക്കെ അല്ലേ? ഗെയിമിലും പുറകെ മൈക്കിന്റെയും പുറകെ എന്ത് കഷ്ടം ഇതൊക്കെ. എന്തൊരവസ്ഥയല്ലേ. ഗെയിമിന്റെ മൈക്കിന്റെ ഫ്രണ്ടിൽ കയറലയാ. മൈക്കിന്റെ മുന്നിൽ വാ പ്ലീസ്. എങ്ങനെയാണ് 25-22 ഈ കളി നമ്മള് രണ്ടുപേരും DNF ആയിട്ട് കാസ്ട്രോ ഫസ്റ്റ് അടിച്ചാൽ 25 ആവുന്നു. ഫൈനൽ റേസ് അല്ല ഇത് റോഡല്ല. ഫൈനൽ റേസ് നിങ്ങൾക്ക് റാലി വേണോ ഇത് വേണോ ഫാസ്റ്റ് റേസ് വേണോ ഏത് വേണമെന്ന് പറ. റാലി മതി. ഗോകു എങ്ങനെ നിനക്ക് പറ. സെക്കൻഡ്സുകളുടെ ഒക്കെ വില അറിയണത് ഇപ്പോഴല്ലേ. സാൽവിനെ അത്ര ഉള്ളൂ. ലെറ്റ്സ് ഗോ. പാട്ട കേട്ടോണ്ടിരിക്കാ. നല്ലതാണ്, നല്ല ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. നല്ല ഞാൻ ഇപ്പൊ ഒരു
ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നൊന്നര വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാ. ഈഗിൾ ഫാൻസ് ഒക്കെ ഉറങ്ങിക്കോ. ഇത് ഗോകുന്റെ ഗെയിം. നീ എന്നിട്ടും അത് ഗോകുന്നല്ലേ വായിച്ചു, അത് ഗോട്ടെന്നിട്ടിരുന്നു. നീ എന്നിട്ട് ഗോകുന്ന് വായിച്ചില്ലേ? അതാണല്ലേ ഗോട്ടിന്റെ ഗെയിം. ഇത് ഗോട്ടിന്റെ ഗെയിം എന്നാ ഞാൻ പറഞ്ഞു. ഗോകുന്ന് ഇങ്ങനെ വായിച്ചായിരുന്നു. നിനക്ക് മനസ്സിലായി ഗോട്ട് ഗോകുവാണ്. വീട് ബ്രോ. ഇതും ചെക്ക് പോയിന്റ് അവസ്ഥ സെയിം തന്നെ കേട്ടോ. കളിച്ചാൽ മതി എല്ലാരും. അല്ല ഇത് അങ്ങനെ പോകാൻ പറ്റത്തില്ല ചേട്ടാ. ഓക്കെ, ഇത് അങ്ങനെ പോകാൻ പറ്റത്തില്ല. അളിയാ ബ്രേക്ക് പിടിക്ക. അവിടേക്ക് ബ്രേക്ക് ഇതല്ലേ നമ്മള് നേരത്തെ കളിച്ചാ മാപ്പ്. അല്ലല്ല ഇറക്കാൻ പോണോണ്ടാ വണ്ടി കയറി. മിണ്ടാതങ്ങ് പോവാ. നേരത്തെ ഇതേപോലെ പോയിരുന്നെങ്കിലോ. ഇത് എന്തൊരു കളിയാണ് കളിക്കണം. പറി പിടിക്കാൻ ഇങ്ങനെ ചെയ്യല്ലേടാ. ഞങ്ങള് പൂമ്പാനാണോ കളിക്കുന്നത്? ഡോൺ ചേട്ടാ ഇങ്ങനെ ചെയ്യല്ലേടാ. ഡോൺ ചേട്ടാ ഈ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കളിക്കണം. ഡോൺ ചേട്ടാ ബ്രേക്ക് അപ്ലൈ ചെയ്തതാണോ? സോറി. ഇതൊരു നമ്മള് ബ്രേക്ക് ആയിട്ട് യൂസ് ചെയ്യുന്ന പോലെയാണ്. അയ്യോ ഞാൻ മുമ്പി ചേട്ടാ. എന്റെ ക്രൂഷ്യൽ മാച്ച് ആയിരുന്നു എന്റെ. ഞാൻ ഡോൺ ചേട്ടനാണെന്ന് അറിഞ്ഞില്ല. കുഴപ്പമില്ലെന്ന്, അതൊക്കെ ഞാൻ ആ സ്പിരിറ്റിൽ എടുത്തിട്ടുള്ളൂ. നമ്മളൊക്കെ ഒരു ഏജ് അല്ലേ. ബ്രോ അവന്റെ കാലിന്റെ ഇടയില് പറഞ്ഞപ്പോ തന്നെ ഇത് നിന്റെ ബ്രേക്ക് ഇല്ലേടാ ടീമാ. അവൻ FPP അവൻ ഒന്നാമത്തെ കാര്യം അവന് കാണത്തില്ല. അതില്ല, ഇവൻ ഒന്നും ചെയ്യാതെ പോണ്, ചുമ്മാ ഓടിച്ചു കളിക്കുന്നു. ട്രൈ ചെയ്യടാ അങ്ങോട്ട്. ഇതാണ് അവസ്ഥ. ഞാൻ ബ്രേക്ക് ചെയ്തുള്ള കുഴി പോയി. ടീമൻ ബാക്കി പോയോ? ഇവന്റെ മൈക്ക് മ്യൂട്ടഡ് ആണോ? ചെക്ക് പോയിന്റ് മിസ്.
പോയി. എടുത്തില്ലേ പോയത് ചെക്ക് പോയിന്റ് പോയി. ആവശ്യമില്ലാത്ത എല്ലാം ഇടിക്കുന്നു. ചാറ്റ് നോക്കിയെടുക്കുന്നത് മാത്രം കണ്ടു ചാറ്റ് നോക്കിയപ്പോ കാറ്റ് പിടിച്ചു വരുമോ, കാറ്റ് പിടിച്ചു വരുമോ. അറിയത്തില്ല. എല്ലാവർക്കും ഞാൻ ആദ്യമേ താങ്ക്സ് ഉണ്ട്. ഒന്നും പറയരുത് പുള്ളി. ഞാനിത് ഒന്നും പറ.
വളവിലൊക്കെ വന്ന് ഇനാക്കിക്കോ. എനിക്ക് ഒരു ഗിയറൂടെ തരുമോ ദൈവമേ പ്ലീസ്? കിടങ്ങ് ഊരളിയാ. കൊടുത്തേക്ക് അല്ലെങ്കിൽ തലയ്ക്കോ അത് ഞാൻ മിസ്റ്റേക്ക് അടിച്ചരുത്. ഇല്ലല്ല ചേട്ടാ, അതൊക്കെ ഞാൻ വിട്ടു. അവിടെ നിന്നൊക്കെ ഞാൻ എപ്പോഴേ ഇവനെ പിടിക്കേണ്ട സാഹചര്യത്തിലൊക്കെ എപ്പോഴേ എനിക്കൊരു ഗിൽറ്റ് ഫീലിംഗ്. അയ്യോ അതൊന്നുമില്ല ചേട്ടാ, അതൊന്നുമില്ല. അതിനകത്തുനിന്നൊക്കെ ഞാൻ അവന്റെ അടുത്ത് നിന്ന് തൊട്ടടുത്ത് വന്നിട്ട് പോയതാ. 3 സെക്കൻഡ് ഞാൻ റിക്കവറായി. ഗോകുവാണെങ്കിൽ പോളി പോകും. കണ്ണ് ഇമ പോലെ വിട്ടത്തില്ല ഗോകു. അവൻ സത്യം പറഞ്ഞ ടീമെന്നായിരിക്കും വിചാരിച്ചത്. അതെ ഞാൻ ഡീവനാന്ന് വെച്ചാ, കാരണം ഡീവൻ അങ്ങനത്തെ ഇടിക്കുന്നേ. അല്ല ഞാനേ സ്കിഡായി വന്നാ ബ്രോ, ഞാൻ സ്കിഡായി വന്നാ. കാരണം അവൻ ഇന്ന് എന്തായാലും ജയിച്ചിട്ട് കാര്യമില്ല. എന്നുവെച്ചാ അവൻ ഒത്തിരി ഒന്നും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ലല്ലോ അവന്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ അങ്ങ് വിടണേന്ന്. അപ്പൊ ഞാൻ അവനാണ് ഇന്ന് ഇടിച്ചെന്ന് വിചാരിച്ചു. നിന്റെ അടുത്ത് അപ്പോഴും പറഞ്ഞ വിജയനാണ്. അല്ല ഞാൻ വിടാതെ കേട്ടതുകൊണ്ടാ വിളിക്കട്ടെ വിചാരിച്ചേ. അല്ല അപ്പോഴത്തേക്കിനും ഞാൻ അവരാതെ പറഞ്ഞു കഴിഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും. അതൊന്നും കുഴപ്പമില്ല, ഞാൻ സീസണിൽ എടുത്തിട്ടുള്ള. അല്ല നിങ്ങക്ക് ബാഡ് ഫീൽ ഇല്ലായിരുന്നാ മതി. മറ്റേ ഇല്ല അങ്ങനത്തെ സീനൊന്നുമില്ല ചേട്ടാ, അത് കേട്ടോ. എന്താണ് ഇത് മാത്രമുള്ള റോഡ് മാത്രമുള്ള ആർക്കറിയടാ, ഇത് മറ്റേ റൈസ് മതിയായിരുന്നു, വണ്ടി എടുത്താൽ മതിയായിരുന്നു. ഇതിനകത്ത് ആ തുടക്കം ഓഫ് റോഡ് കാണിച്ചോണ്ടാവില്ലേ. കോച്ച് വന്നല്ല, എല്ലാം കഴിയാറായപ്പോ കോച്ച് ഇത് ശരിയല്ല കോച്ച്, നിങ്ങ നമ്മളെ ഫുള്ള് അവോയ്ഡ് പண்றേ. ഫൈനൽസ് കളിക്കാൻ പോയല്ലേ. അത് തന്നെ ഫൈനൽസ് കളിക്കാൻ പോയി. அடா அவன் ஒத்தைக்கு எங்களை விட்டு போவாத நான் அழுகுறான்டா. நீங்க செய்தது தவறு. യുബോർക്ക് എപ്പോഴും ഒറ്റയ്ക്കാ കളിക്കുന്നത്. അയ്യോ இல்ல அவன் இப்ப நீ லைவ் எடுத்து நோக்கு, அவன் எங்கனே கரைஞ்சிட்டு பாரு. ഉണക്കാട് റേഞ്ചേഴ്സിലൂടെ ഓടും. കുറച്ചുകൂടെ അടുത്തോട്ട് വന്നല്ല ഞാൻ അവിടെ ഇടിച്ചപ്പോ. മിസ്റ്റേക്ക് കാണിച്ചു പിന്നെ ഒന്നും ചെയ്യാനില്ല. இப்போ ஹேண்ட் பிரேக்ல யூஸ் செய்யற ഞാൻ എന്റെ റിവേഴ്സ് വീണടാ. ഇത് എന്ത് മായി, എനിക്ക് എപ്പോഴും ഈ മിസ്റ്റേക്കിലാണ് ഇത്. ഇതെല്ലാവർക്കും വിടും ബ്രോ, ഇങ്ങനെ ഡൗൺ ചെയ്ത് വരുമ്പോ റിവേഴ്സ് അടിച്ചത്. ഇത് തീരുന്നില്ലല്ലോ മയില്. ഇതാണോ ലാസ്റ്റ് സ്കോർ ബോർഡ് കണ്ടോ? കണ്ട് 25 25 22 ഗോട്ട് 0 എന്ന് കാര്യം വന്നതാ. ഇൻസൾട്ട് അല്ലെങ്കിൽ ബാബു നാളെ എന്തോ ഇല്ല, ഷണ്ടി ബാബുവിനെ ഞാൻ നാളെ കാണും. പക്ഷെ ബാബു പ്രതീക്ഷ കാണത്തില്ല കേട്ടോ. സുഖം ബ്രോ, സുഖം ജങ്കർ ബ്രോ. ഇതൊട്ടും പ്രതീക്ഷിക്കുന്നുണ്ടാകത്തില്ല. വാസുണ്ണനെ കണ്ണടച്ചങ്ങ് വിശ്വസിച്ച് ബാബു. ഇതിൽ ഓഫ് റോഡ് ഇല്ലേടാ. നല്ല ഇല്ല, മറ്റേ ഡിമൻ എന്താ 3 പോയിന്റിൽ ഇരിക്കാ? പോയിന്റ് ഇല്ലാത്ത ആൾക്കാർ ഇപ്പൊ ഉണ്ടല്ലോ, അതൊന്നും നോക്കണ്ടേ കോച്ച്? നമ്മളൊക്കെ അത്രയ്ക്ക് സ്കില്ലില്ലാത്ത ആൾക്കാരാണോ? ഇല്ല അങ്ങനെയല്ല. എന്നാ അതെ எப்பவுமே டாப் 3ல இருப்பானே, அதுக்காக ചോദിച്ചു. ഇപ്പൊ ബോട്ടായി. ബോട്ടിൽ നിന്ന് ബോട്ടിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ. ശാസ്ത്ര കാസ്ട്രോ ആയിരുന്നു. കാസ്ട്രോ 18. നാക്ക് ചന്തി കയറിയാന്തോ.
കോൺസെൻട്രേഷൻ നാട്ടിലോട്ടൊക്കെ ഓടിച്ചേറ്റി ആരെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ നോക്കൂല. ഒന്ന് പറ ഗോട്ടൊന്ന് പറ, പേര് പറ. ഒന്നും നോക്കൂല. ഒരു വാക്ക് പറ. പിള്ളേർക്ക് ഇത് എടുത്തു കൊടുത്തിട്ടായിരുന്നു. എന്താടാ ഗോക്കു ഇவ்வளவு സീരിയസ് ആയിട്ട് ഓട്ടറാ? ഗോക്കു ഗോക്കു മിണ്ടടാ ഗോക്കു. അയ്യോ വിഷയം റേസ് ചെയ്തേട്ടാ, വിഷയം റേസ് ചെയ്തത് ഒന്നും പറയാനില്ല. പാട്ടില്ല. ഏതാ മറ്റേ മരണപ്പാട്ടിട്ടോണ്ടിരിക്കുന്നത്? ഒരു പോയിന്റിന് ഒരു സെക്കൻഡ് അല്ലേ, അതൊരു പോയിന്റ്. അപ്പൊ എത്ര? 28 27 ക്യാഷ് ഫിനിഷ് ചെയ്തോ? 28 27 23. ഗോട്ടെന്ന് വരുന്ന കമ്പൊക്കെ അടിച്ചിട്ടാണ്. കൊറേ എണ്ണം നേരത്തെ എന്റെ ഊമ്പിത്തര വിളിച്ചിട്ട് അവനൊക്കെ പോയി കിടന്ന് തുടങ്ങിയിട്ടുണ്ട്. നീയൊക്കെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലായി. നിന്നൊക്കെ
നെവർ ഡൗട്ട് മൈ സ്കില്ലടാ. ഞങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങൾ 7 ദിവസം കഴിഞ്ഞല്ലേ ഉള്ളൂ. നമുക്ക് ഇടയ്ക്ക് കളിക്കാം. എന്തായാലും നോക്കട്ടെ. അയ്യോ ശരത് തോമസ് ബ്രോ താങ്ക് യു സോ DJ മച്ച്. ഇട്ടിട്ട് നിർത്ത്. താങ്ക് യു സോ മച്ച്. ഞാൻ എന്തായാലും പോയി നിർത്തട്ടെ. DJ അപ്പൊ എല്ലാവർക്കും ലൈവ് കാണുന്നത്, ഗ്യാസ്റ്റോടെ ലൈവ്, ഡിവന്റെ ലൈവ്, ഗോകുവിന്റെ ലൈവ് എല്ലാം കാണുന്നത്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ കാണാം. എല്ലാവരും നാളെ ടൂർണമെന്റ് Today was epic. നാളെ എത്ര ടൂർണമെന്റ് എത്ര മണിക്കാ? ടൈം നോക്കിട്ട് പറയാം കോച്ച്. ഓക്കെ ഫസ്റ്റ് എങ്കിലോ Just update ചെയ്യോ? അല്ലല്ല കോച്ചിന്റെ ഒക്കെ രണ്ടാമത്തെ ഗ്രൂപ്പിലെ കളിയാ. അപ്പൊ സെക്കൻഡ് ഡേ ആണോ? സെക്കൻഡ് ഡേ അല്ല കോച്ച്, ഫസ്റ്റ് ഡേ രണ്ടാമത്തെ. ഓക്കെ 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 ഓക്കെ. ആ നമ്മളെ രണ്ടാമത്തെ മാച്ച്. എടാ കാസ്ട്രോയുടെ ഇമ്പ്രൂവ്മെന്റ് പറയാതിരിക്കാൻ വയ്യ കേട്ടാ, സത്യമല്ലേ? സത്യം പറഞ്ഞ. ഇന്ന് നമ്മളത് സത്യമായിട്ട് ഇന്ന് കാസ്ട്രോ, കാരണം കാസ്ട്രോ ഒരു ഗ്യാപ്പിനോ യേശുവോടെ വരുന്നത്. അല്ലാണ്ട് കാസ്ട്രോ കിടലായിട്ട് കാസ്റ്റോടെ ഫുൾ സെറ്റിംഗ് എടുക്കണം. സെറ്റിംഗ്സ് ഒന്ന് സത്യം പറഞ്ഞാ ഞാൻ ഇപ്പൊ 200 ആഴ്ച കളിക്കുന്നേ. ആ 200 അല്ല ഇൻ ഗെയിമിലെ സെറ്റിംഗ്സ് ഉണ്ടെന്ന് പറയണേ കാസ്റ്റോ. ഞാൻ നിർത്തിയിട്ടാണ്. എന്റെ മോനെ അന്നാമേരെ താങ്ക് യു സോ മച്ച് ദ പൈസ പിന്നല്ല മുത്താണ് അന്നാമേരിയ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. Congrats for the win Goku, but Eagle bro, you also win my heart. ഇതല്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മള് ഈഗിളും എല്ലാവരും ഉള്ളപ്പോഴാണ് കളിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോമ്പറ്റീഷൻ കിട്ടിയാലേ ഈ ഒരു ഗെയിം കാണാൻ രസമുള്ളൂ. നമ്മൾ ചുമ്മാ കളിച്ചോണ്ടിരുന്നിട്ട് ഈ ഫോഴ്സ കാണാൻ വലിയ രസം കാണത്തില്ല. പക്ഷെ നമ്മള് എന്തായാലും ഹലോ ഹലോ விளையாட போறியாடா இப்ப? എന്ത് കോച്ച്? ഫൈനൽസ് விளையாட போறியா? ഇല്ല ഞാൻ നിർത്താൻ പോണു. കോച്ച് ലൈവ് ആണോ? ഉറങ്ങാൻ പോ ലൈവാണ്. ഉറങ്ങ പോറിയാ അല്ല എന്താ பண்ண போற? ഞാൻ കോച്ച് ചത്ത് കോച്ച് 6 മണിക്കൂറായി ഫോഴ്സ് കളിക്കുന്നത്. ഓക്കെ ഞാൻ ഇത് അങ്ങോട്ട് പറഞ്ഞിട്ടാ നിർത്തണ്ട. നീ വരണ ഫൈനൽസ് விளையாட. ഞാൻ ചത്ത് കോച്ച് ചത്ത് അണഞ്ഞ്. ശരി ആ നിർത്തണ്ടേ, ഞാൻ അങ്ങോട്ട് പറയുന്നേക്കാം. 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നിർത്തിയ പോരെ ഇത്? എന്തത് 6 മണിക്കൂർ കംപ്ലീറ്റ് ആക്കാൻ. 6 മിനിറ്റ് ഞാൻ സംസാരിച്ചിരിക്കാൻ ഗോകു അടിച്ച്. താങ്ക് യു സോ മച്ച് 100 കിക്സ്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് ഗൈസ്, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങളൊക്കെ വിഷയമായിട്ട് ഓട്ടിയോ? അപ്പൊ കോച്ച് ഈഗിള് കാസ്ട്രോ ഒക്കെ 16 15 പോയിന്റ് കിടക്കുമ്പോ ഞാൻ 0 പോയിന്റ് കോച്ച്. എന്താ சொல்ற? മനസ്സിലായില്ലേ കോച്ച്? മനസ്സിലായി. അപ്പൊ ലൈക്ക് ഓൾമോസ്റ്റ് ഒരു എത്ര 5 ഗെയിം നീ താഴെ ഉണ്ട്. ഞാൻ അടുപ്പിച്ച് 5 ഗെയിം എന്നിട്ടങ്ങ് ജയിച്ചോണ്ടങ്ങ് വന്നു. അടുപ്പിച്ച് 4 ഗെയിം ജയിച്ചോണ്ടങ്ങ് വന്നു. പിന്നെ അങ്ങോട്ട് തിരിച്ച് മനസ്സിലായില്ലേ, ഒരു തിരുമ്പി വരക്കെ വരുന്നു. അത് ഇത് സിനിമയായിരുന്നു കോച്ച്, സിനിമയായിരുന്നു. എന്നെ അതെ കയ്യിനെല്ലാം എല്ലാരും എടുത്തിട്ട് ഇതാക്കി. അതെ സംഭവം മെന്റലി തളർത്തിയിട്ടാണ് കോച്ച് കയറി വന്നത് ചെറുക്കൻ. ഞാൻ എല്ലായിടത്തും പറഞ്ഞു ടൈം ആയില്ല. കഴിഞ്ഞ കളിയില് ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കി കൊറേ പേര്. ശരിയാട്ടോ, അത് മറ്റേ 200 ആക്കിയപ്പോ അത് സത്യം പറഞ്ഞ ഈഗിള് 200 കളിച്ചോണ്ടിരുന്നേ. ഈഗിളുടെ കണ്ടിട്ടാണ് 200 വ്യത്യാസമുണ്ട്. 200 വ്യത്യാസമുണ്ട് കേട്ടോ. വെൽ പ്ലേഡ്. സ്റ്റിയറിംഗ് ആണോ? സ്റ്റിയറിംഗ് 540 അല്ലേ നമ്മൾ ഇട്ടിരുന്നത്? 300 എത്ര 540 நம்ம ഇട്ടിട്ട് ഇരുന്നത്. അത് 200 ആക്കി. If I die, bury me in MRC Goku jersey, I may come back. ഒറ്റ ഇതൊക്കെയാ ഡിങ്കി ബ്രോ. താങ്ക്സ് സോ മച്ച് കിക്ക്. താങ്ക്സ് സോ മച്ച്, താങ്ക്സ് സോ മച്ച്, താങ്ക്സ് സോ മച്ച്. നാളെ ഈ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നേരത്തെ അവന്മാർ എന്നെ ഊക്കി സന്തോഷത്തോടെ ഉറങ്ങിയവന്മാരൊക്കെ നാളെ എണിച്ചു വന്നിട്ട് എന്റെ അവന്റെ ടേബിൾ ഒന്ന് കണ്ടു, അവന്റെ ഇത് സ്കോർ ഒന്ന് കണ്ടോട്ടെന്ന് പറയുമ്പോ ഈ ഒരു സ്കോർ കാണുന്ന അവസ്ഥ ഒന്ന് ആലോചിക്കും ഇവരെ അല്ലേ? പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇതിനി കൊറേ ഇനി അങ്ങോട്ട് സത്യം പറയാല്ലേ എപ്പോഴും ഫസ്റ്റ് അടിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാണോ കളിക്കാൻ പഠിച്ചു. സത്യം പറയല്ലേ,
ക്വാസ്ട്രോ ഒക്കെ എല്ലാരും പഠിച്ചു, എല്ലാരും നല്ലോണം കളിക്കാൻ പഠിച്ചു. പിന്നെ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്ക് കാണിച്ചാണ് മിസ്റ്റേക്ക് പറ്റുന്നോണ്ടാണ്, അത്രേ ഉള്ളൂ. എല്ലാം ഞാൻ കളിക്കാൻ. ഫസ്റ്റ് സെക്കൻഡ് വരുന്നില്ലെങ്കിൽ ഞാൻ ഗോകുവിന്റെ അടുത്തൊക്കെ കൂടെ ഇങ്ങനെ പിടിച്ചു വരും ചില സമയത്ത്. അതുകൊണ്ട് നമുക്ക് ഇത് നിർത്തി നമുക്ക് BMG ചുമ്മാ മറ്റേ കല്ലൊക്കെ കയറി കളിക്കാം. അതിലാകുമ്പോ ചലഞ്ച് ഇല്ല, കോമ്പറ്റീഷൻ ഇല്ല. കോമ്പറ്റീഷൻ വേണം, അതാണ് ഓട്ടും പരുന്തും അല്ല, നമുക്ക് തമ്മിൽ. പെട്ടെന്ന് ആരാ മല കയറുന്നേ നോക്കാം. ഒരു കോമ്പറ്റീഷൻ ആക്കാം. അതെ. ഷാരി തോമസ് ബ്രോ, താങ്ക്സ് ഫോർ ദ 500 കിക്ക് പോയിന്റ്സ്. വില പുത്താണ് ഷാരി തോമസ് ബ്രോ, ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. താങ്ക് യു പറ. ലൈവ് ആയിട്ട് ഉമ്മ കിട്ടിയല്ലേ. ഇത് ജെൻഡർ ഇക്വാളിറ്റി വേണം കേട്ടോ ഗോകു ബ്രോ. എല്ലാവർക്കും കൊടുക്കണേ. അതെ, കൊടുക്കണം, എല്ലാവരും കൊടുക്കണം. ആദിത്യപുറം പോയിട്ടാ മൈക്ക് മുട്ടിയതട്ടാ ചെറുതായിട്ട്. ബാബു നാളെ ഡെഡ്. സത്യം. അതെ, പൈസ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇത്ര നേരം ഇരുന്ന് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാരും എന്നെ താഴ്ത്തി കെട്ടിയപ്പോ നിങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഇതില് കുറച്ചവന്മാരില്ല, ഇവന്മാര് മറ്റല്ല ചെന്നായ മറ്റേ എന്തിനാണ് കൂട്ടത്തിൽ ചെന്നായ തോൽവി കാണാതിരിക്കുന്നവരെ. അത് അവന്മാരിപ്പം സ്ഥലം മാറിയതൊക്കെ എനിക്ക് അറിയാം, പക്ഷെ തെരഞ്ഞെടുക്കാൻ പറ്റൂല. എന്നാലും നിങ്ങൾ കുഴപ്പം. മൈക്ക് പോയാ വീണ്ടും. എടാ നീ അവിടെ എത്തിയുള്ള ഒന്ന് ഗോലേബി ക്ലിക്ക്. വെയിറ്റിംഗ് വർത്തായി പിന്നല്ല. പക്ഷെ ഒരു കാര്യം പറയാം, എപ്പോഴും എന്നെ കൊണ്ട് പറ്റൂല. എപ്പോഴും കുറച്ച് ഇതാണ് ഗോട്ടായി പോയി, ചെയ്ത് തന്നില്ലേ പറ്റൂ. അറിയാലോ ഗോട്ടാണ്. അറിയാലോ. എടാ ഞാൻ കുറച്ചേരം എനിക്ക് എന്തേലും കഴിക്കണം. ഞാൻ ഇനി 5 മിനിറ്റും കൂടെ ഇരിക്കാൻ പറ്റുമോ തോന്നില്ല. ഗോക്കോടിറ്റ് താങ്ക്സ് ഫോർ ദ 100 കിക്കടാ. താങ്ക്സ് സോ മച്ച്. ലവ് ലവ്. ലാസ്റ്റ് 8 മാച്ചസ് 7 വിൻ. അങ്ങനെയാണോ? അത്രേ ഉള്ളൂ. നീ ചാറ്റ് പോളാ ഗോട്ടെ നിങ്ങളെ പിന്നെ ഈഗിൾസ് ബ്രോ തോപ്പിച്ചാലും അത് കുടിച്ചോ. അങ്ങനെ അത് തുറന്നു പറയണം, മനസ്സിലായില്ലേ? ഇറ്റ്സ് ഗുഡ്. ഇനി ഉള്ള കളികളെല്ലാം റിയൽ ലൈഫ് റാലി ടൂർണമെന്റ് സീരിയസ്നെസ് പോലെ കളിക്കേണ്ടി വരും. എല്ലാവരും കളി പഠിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഫുൾ ഫണ്ണാക്കിയിട്ട് വരും. പക്ഷേ ഈ ഏട്ടനാറ് ഷീറ്റില്ല അങ്ങനെ കളിച്ചത് ആ സത്യം. പക്ഷെ എല്ലാവരും നമ്മൾ ഈ ടേബിൾ ഉള്ള എല്ലാവരും ഒരേപോലെ കളിക്കുന്ന സമയം വരും, മനസ്സിലായില്ലേ? അന്നൊക്കെ പിന്നെ നിങ്ങള് ഇന്ന് കോട്ടായിട്ട് കണ്ടത് അന്ന് കളയല്ലോ, മനസ്സിലായി? ഇപ്പൊ എക്സ്ക്യൂസ് പറയറാ. ഞാൻ കാണാതിരുന്നപ്പോ തൊട്ട് ഗോക്ക് 0 ലോസസ്. ഇത് നീ നേരത്തെ എവിടെ പോയിരുന്നു നീ? അവിടെ ടൈം എത്രയാണ്? 12:52 ഗൈസ്. ഞാൻ എന്നാ കോച്ച് നമുക്ക് റെയ്ഡ് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഒരു 3 മിനിറ്റ് ചുമ്മാ അല്ലെങ്കിൽ 3 മിനിറ്റ് ചുമ്മാ ഇത് സ്ട്രീം എൻഡിങ് എൻ്റെ ഇല്ല, എന്നാലും സ്ട്രീം സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാം. ഓക്കെ, യു ആർ റോങ്, ഡ്രീമർ നെവർ ഫിനിഷ്. ബ്രോ പ്രെഡിക്റ്റഡ് ഹിസ് ഫ്യൂച്ചർ. അതൊക്കെ നിങ്ങളെ ഫോട്ടോ തരുവോ പേഴ്സിൽ വെക്കാൻ. അപ്പൊ ഗൈസ് നിങ്ങളൊക്കെ റെഡിയല്ലേ? നാളെ ടൂർണമെന്റ് തുടങ്ങിയാണ്, എല്ലാവരും റെഡി ആണല്ലോ? അപ്പം ഇനി ഒരു നാളെ കുറച്ച് നാളത്തേക്ക് വിഷയായിരിക്കും. കമന്ററി ബോക്സിൽ ഞാനും കാണും, ഈഗിള് കാണും. അപ്പം അല്ലാത്ത മാച്ച് ഉള്ളപ്പോൾ ഞാൻ മാച്ചിലും കാണും, മനസ്സിലായില്ലേ? അപ്പൊ നാളെ പൊളിക്കണം, നാളെ തൊട്ട് വിഷയായിരിക്കും. അപ്പൊ നിങ്ങൾ ഗ്രൈൻഡ് ചെയ്തടാ കുറച്ചാച്ചെന്ന് പറഞ്ഞാ ഒരു 10 മിനിറ്റ് കളിച്ച്. ഇല്ലല്ല ചോദിച്ചില്ല, പോയി അവിടെ നോക്കിട്ട് എന്താ 10 മത്സരം കളിച്ചപ്പോ എന്നെ മനസ്സിലാക്കി വെച്ചു എന്റെ എയിം ഉണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ നിർത്തി. എനിക്ക് പിങ് കൂടിപ്പോ, എനിക്ക് 400-500 പിങ്ങൊക്കെ വന്നു, അതുകൊണ്ട് ഞാൻ നിർത്തി. ഇന്നലത്തെ. അപ്പൊ ഗൈസ് എന്തായാലും അണ്ണാ ഞാൻ വന്നു, ജയിച്ചു. ഇന്നല്ല കാൾമി ഹജു, താങ്ക് യു സോ മച്ച്. കാൾമി ഹജു എല്ലാം കിടക്കട്ടെ. താങ്ക് യു സോ ഫോർ ദ 500 കിക്ക് പോയിന്റ്സ്. ലവ് ലവ്. അപ്പൊ ഗൈസ് ഞാൻ എന്തായാലും കോച്ചിനോട്ട് റൈഡ് കൊടുത്തേക്കാം. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് സോ മച്ച്. അപ്പൊ ഇത്ര നേരം കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരു ബിഗ് ഷോട്ട്. നമുക്ക് നാളെ പകലാതെ ബൈ. ടേക്ക് കെയർ, ലവ് ഗൈസ്. ഓക്കെ, ബൈ.